ഒരു ഓഡിയോയും വെളി വന്നിട്ടുണ്ട്. ചില ഓഡിയോ വെളി വരുന്നു. പിന്നെ അവിടെ രാഹുൽ ഗാന്ധി അതൊക്കെ ശരിക്കുള്ള വീഡിയോ, ശരിക്കുള്ള ഓഡിയോ ആണോ എനിക്കറിയില്ല. സ്ഥാനാർത്ഥിയെ ഷൂറാണെന്ന കാര്യത്തിലൊക്കെ ഒരു സംശയം വരുന്നുണ്ട് പുറത്തേക്ക്. എല്ലാവരും ജയിക്കും, 14 പേരും കൊച്ചി എറണാകുളത്ത് ജയിക്കും. നമസ്കാരം. അവസാനം ദീപ്തി മേരി വർഗീസ് ശരിയായ പാതയിലെത്തി. ഇന്നലെ അവർ പത്രക്കാരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് മുഹമ്മദ് ഇഷിയാസ് നടത്തിയത് സ്ത്രീവിരുദ്ധ പരാമർശം എന്നാണ്. എന്താണ് സ്ത്രീവിരുദ്ധ പരാമർശത്തിന് കാരണം? സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു ഓഡിയോ ഉണ്ട്. മുഹമ്മദ് ഷിയാസും ഞാനും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ കഷ്ണമായിരുന്നു അത്. അതിൽ പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കൂ. അത് പ്രചരിച്ച ഓഡിയോ ആണ്. ഞാൻ ഇത് പുറത്തുവിടാൻ ആഗ്രഹിച്ചല്ല, എല്ലാ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഓഡിയോ ആണ്. ഒന്ന് കേട്ടു നോക്കാം. ജയിക്കൊന്നുമില്ല. അവന്റെ ജീവിതത്തിൽ അവനെ പപ്പടം പോലെ ഞാൻ ഞെരിച്ചു കളയും. ഞാൻ പപ്പടം പോലെ ഞാൻ വന്നിറങ്ങിയപ്പോ തന്നെ ഞെരിച്ചിട്ടാ ഞാൻ വന്നത്. അവനൊരു കാൻഡിഡേറ്റ് അല്ലെന്ന്. അവൻ ആണുങ്ങളോട് മുട്ടണ്ടേ? അവൻ ആണുങ്ങളോട് മുട്ടിയിട്ടില്ലല്ലോ, അതല്ലേ കുഴപ്പം. കേട്ടല്ലോ. അതായത് പപ്പടം പോലെ പൊടിക്കും എന്ന് പറയുന്ന, അതായത് മാക്സിയെ പപ്പടം പോലെ പൊടിക്കും, ഇലക്ഷനിൽ തോൽപ്പിക്കും എന്ന് പറയുന്ന ഒരു പരാമർശം. പിന്നെ ആണുങ്ങളെ കണ്ടിട്ടില്ല, ആണുങ്ങളോട് ഏറ്റുമുട്ടിയിട്ടില്ല എന്ന് പറയുന്ന മുഹമ്മദ് ഷിയാസിൻ്റെ പരാമർശമാണ്. ആക്ച്വലി മുഹമ്മദ് ഷിയാസുമായിട്ട് എൻ്റെ ഒരു സൗഹൃദത്തിൻ്റെ പുറത്ത് ഞാൻ അദ്ദേഹത്തെ പല ദിവസങ്ങളിൽ വിളിച്ച് കിട്ടാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ നേരെ ഇൻ്റർവ്യൂവിൽ കടക്കുകയാണ് ചെയ്തത്. അദ്ദേഹം എന്നോട് വളരെ സൗഹൃദപരമായിട്ടുള്ള സംഭാഷണം നടത്തുന്നു. അദ്ദേഹത്തിന് എന്നോട് പല കാര്യങ്ങളും സംസാരിക്കാനുള്ള പരസ്പരമുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്, ഞാനും അങ്ങോട്ട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ആവേശത്തിൽ എന്നോട് പറയുകയാണ്. അത് അദ്ദേഹത്തോട് ഞാൻ ഇൻ്റർവ്യൂ എടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടല്ല എടുത്തത്. പക്ഷേ ഞാനത് കൃത്യമായി പിന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ച് എനിക്ക് കിട്ടിയ അവസരം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിലുള്ള ഇൻ്റർവ്യൂ എടുക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, അത് അതേപടി പബ്ലിഷ് ചെയ്യുന്നു. പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഈ പറഞ്ഞ ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ വീഡിയോ എഡിറ്ററോട് ഞാൻ പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം അത് വിട്ടുപോയി. ആ വിട്ടുപോയത് പല ആളുകളും ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹം ഈ മുഹമ്മദ് ഷിയാസ് എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് വളരെ മോശമായി പറഞ്ഞു. അതേപോലെ ആണുങ്ങളെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് സ്ത്രീവിരുദ്ധ പരാമർശമാണ് മാത്രമല്ല, മുമ്പ് ഇലക്ഷനിൽ നിന്ന ആളുകളൊന്നും ആണുങ്ങളല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രചരണം നടത്തേണ്ടായി. സത്യത്തിൽ അദ്ദേഹം എന്നോട് പേഴ്സണലായി പറഞ്ഞ കാര്യം ഞാൻ പബ്ലിഷ് ചെയ്താണ് തെറ്റ് എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് VD സതീശനായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഉടനെ തന്നെ ഞാൻ ശ്രദ്ധിക്കുകയും ആ വീഡിയോയിൽ തന്നെ ഞാൻ ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്തു. ആ കട്ട് ചെയ്ത് ഒഴിവാക്കിയ ശേഷം അതിനെക്കുറിച്ചിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ദീപ്തി മേരി വർഗീസ് ഇന്നലെ പത്രക്കാരോട് പറഞ്ഞത് അത് സ്ത്രീവിരുദ്ധ പരാമർശമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു കേട്ടത് ദീപ്തി മേരി വർഗീസ് കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിൻ്റെ പരാജയത്തിന് വേണ്ടിയിട്ട് പല ഗ്രൂപ്പ് കളി നടക്കുന്നു, വോട്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ്. അത് ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല. പക്ഷെ അവർക്കൊരു ദേഷ്യമുള്ള ആളാണെന്ന് ഇന്നലെ അവരുടെ പത്രക്കാരോട് ചോദിച്ച ഒരു കാര്യത്തിൽ അവർ തന്നെയാണ് പത്രക്കാരെ വിളിച്ചു വരുത്തി ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവർ അങ്ങോട്ട് കയറി ഉണ്ടാക്കി കൊടുത്ത തെളിവുണ്ടാക്കി കൊടുത്ത് എന്നിട്ട് ചോദ്യങ്ങൾ ചോദിപ്പിച്ചു എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് എന്താ? മുഹമ്മദ് ഷിയാസിനോട് ചോദിച്ച് എന്നോട് വിളിച്ചു ചോദിച്ച് എന്താണ് ഉണ്ടായത് എന്നോട് ചോദിക്കാമായിരുന്നു. ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞങ്ങൾ തമ്മിൽ പേഴ്സണലായി സംസാരിച്ചൊരു കാര്യം ഞാൻ പ്രസിദ്ധീകരിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാൻ പ്രസിദ്ധീകരിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിഷമമുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്ഷമ നടത്തിയത്. മനുഷ്യന് തെറ്റുപറ്റും. ഞങ്ങൾ തമ്മിൽ പലരും പല പേഴ്സണൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകളൊക്കെ ഉപയോഗിക്കും. അത് പേഴ്സണലാണ്. ഔദ്യോഗികമായി അദ്ദേഹം തന്ന ഇൻ്റർവ്യൂ അല്ല എന്ന് ഞാൻ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള ഭാഗങ്ങൾ വേറെ കുഴപ്പമില്ല എന്നതുകൊണ്ടാണ് ഞാൻ അത് പ്രസിദ്ധീകരിച്ചത്. കട്ട് ചെയ്ത ഭാഗങ്ങൾക്ക് ശേഷം ഞാൻ തുടർന്ന് പ്രക്ഷേപണം നടത്തിയത്. ഇവിടെ ദീപ്തി മേരി വർഗീസ് ഇന്ന് അങ്ങനെയല്ല. അവർ മാറിയിരിക്കുന്നു. അവർ കൃത്യമായി മറുപടി പറഞ്ഞിരിക്കുന്നു. ഇന്ന് പത്രക്കാർ ചോദിച്ചു, ഈ മുഹമ്മദ് ഷിയാസ് ഇങ്ങനെ പരാമർശം നടത്തിയിട്ടുണ്ടല്ലോ, അത് ഞാൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ കൃത്യമായി ഒഴിഞ്ഞു മാറി. ഞാൻ എൻ്റെ അതാണ് ശരി. അപ്പോൾ ചെയ്തത് കൃത്യമായി അടി കിട്ടിയപ്പോൾ ദീപ്തി മേരി വർഗീസ് കൃത്യമായി മാറി. അവർ ശരിയായ പാതയിലേക്ക് വന്നു. മാത്രമല്ല പ്രതിപക്ഷം LDF ആണ്, അതിൽ ആരാണ് പ്രതിപക്ഷ നേതാവായി തീരുക എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കാത്തതെന്ന് അവർ കുറിക്ക് കൊളിക്കുന്ന രൂപത്തിൽ ചോദിച്ചു. UDF-ലെ മുഖ്യമന്ത്രിയെ പറ്റി ചോദിക്കുമ്പോൾ CPM-ലെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് നിങ്ങൾ എന്താണ് ചോദിക്കാത്തത് എന്നുള്ള ചോദ്യം അവർ പ്രസക്തമായി ചോദിച്ചു. നമുക്ക് അവരുടെ ഇന്ന് പത്രക്കാരോട് അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായി കേൾക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഏറെ സന്തോഷമുള്ള ഒരു കാര്യം എന്താണെങ്കിലും നിങ്ങൾ ആരും ഇടതുപക്ഷത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിക്കുന്നില്ല. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകുമോ, അതോ മറ്റാരെങ്കിലും ആകുമോ, അതോ റിയാസ് ആകുമോ എന്നുള്ളതും കൂടി നിങ്ങൾ ചോദിക്കണം. യഥാർത്ഥത്തിൽ
സന്തോഷമുണ്ട് UDF-നെ സംബന്ധിച്ച്. കാരണം മുഖ്യമന്ത്രി UDF-ൽ നിന്നാണ് എന്നുള്ള കാര്യത്തിൽ ഒരു മാധ്യമ പ്രവർത്തകർക്കും ഒരു സംശയമില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം UDF-ന്റെ പ്രതീക്ഷ പിന്നെ മുഖ്യമന്ത്രി ആരാധനത്തിലൊക്കെ ചർച്ചകളൊക്കെ MK രാഘവന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി വിവാദം ഉണ്ടാക്കിയത് ഷിയാസാണ്, ഷിയാസിന് എന്ത് അർഹതയാണുള്ളത്, ഷിയാസിന്റെ പരാമർശമാണ് എല്ലാ വിവാദം ഉണ്ടാക്കിയെന്നുള്ളൊരു വിമർശനമാണ് MK രാഘവൻ ഇപ്പോൾ ഡൽഹി പറഞ്ഞിരിക്കുന്നത്. MK രാഘവൻ എന്താണ് പറഞ്ഞതെന്ന് അദ്ദേഹം പറയട്ടെ, ഞാൻ കേട്ടില്ല അതിനെപ്പറ്റി, എനിക്ക് അതിനെപ്പറ്റി മാധ്യമങ്ങളോട് പറഞ്ഞാണ് ഡൽഹിയിൽ വാർത്താ സമ്മേളനം. എനിക്കറിയില്ല അതിനെപ്പറ്റി അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഏറെ സന്തോഷമുള്ള ഒരു കാര്യം എന്താണെങ്കിലും നിങ്ങളാരും ഇടതുപക്ഷത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിക്കുന്നില്ല. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകുമോ അതോ മറ്റാരെങ്കിലും ആകുമോ അതോ റിയാസ് ആകുമോ എന്നുള്ളതും കൂടി നിങ്ങൾ ചോദിക്കണം. യഥാർത്ഥത്തിൽ സന്തോഷമുണ്ട് UDF-നെ സംബന്ധിച്ച്. കാരണം മുഖ്യമന്ത്രി UDF-ൽ നിന്നാണ് എന്നുള്ള കാര്യത്തിൽ ഒരു മാധ്യമ പ്രവർത്തകർക്കും ഒരു സംശയമില്ല, ഒരു നവമാധ്യമങ്ങൾക്കും സംശയമില്ല. അല്ല, AICC-ക്ക് ഉള്ള ഒരു രീതിയുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും പ്രഗത്ഭനായ ഒരാളെ തന്നെ പ്രഗത്ഭരായവരിൽ നിന്ന് ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഉണ്ട് കോൺഗ്രസിന്, UDF-ന്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ഉചിതമായ സമയത്ത് ഏറ്റവും ഉചിതമായ ഒരാളെ AICC പ്രഖ്യാപിക്കും. അതിനകത്തൊരു ചർച്ച വരേണ്ട ആവശ്യമില്ല, ആരും അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കാർക്ക് അധികാരം കിട്ടുക കൃത്യമായിട്ട് അറിയുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഇത്തരത്തിലുള്ള ഈ ഒരു ചർച്ചകളും കാര്യങ്ങളും ഒക്കെ കോൺഗ്രസിനകത്ത് വരുന്നത് തന്നെ അല്ല, ഇതിന്റെ മറുപടി നിങ്ങൾ കൊടുക്കണം കേട്ടോ. കോൺഗ്രസിനകത്തും നല്ല ചർച്ച വന്നത് എവിടുന്നാ? ചർച്ച വന്നത് മാധ്യമങ്ങൾക്കുള്ളിൽ നിന്ന്. നിങ്ങൾ ചർച്ച ചെയ്യണം. തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് ഞാൻ എൻ്റെ സന്തോഷവും ഞാൻ അറിയിക്കുക. കാരണം നിങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ UDF-ൽ നിന്നാണ് മുഖ്യമന്ത്രി എന്ന് പറയുകയും അത് ആരായിരിക്കുമെന്ന് നിങ്ങൾ വലിയ ആവേശത്തോടെ വലിയ ആൻസൈറ്റിയോടെ നിങ്ങൾ ചിന്തിക്കുന്നു. അതാണ് ആൻസൈറ്റിയോടെയാണ് മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് UDF-കാർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇനി ആര് മുഖ്യമന്ത്രി ആയാലും UDF-ൽ നിന്ന് UDF-നെ സംബന്ധിച്ച് സന്തോഷം, എല്ലാവർക്കും സന്തോഷമാണ്. അത് ചില മാധ്യമങ്ങൾ വളരെ മാന്യമായി ചർച്ച ചെയ്യുന്നുണ്ട്. ചില മാധ്യമങ്ങൾ അവരുടെ ആളുകളെ കുറിച്ചുള്ള വിലയിരുത്തലുകളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ചില മാധ്യമങ്ങൾ വളരെ കൃത്യമായി ചില അജണ്ട വെച്ച് ഇതിൻ്റെ അകത്തൊരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ മാധ്യമങ്ങൾ ആരൊക്കെയാണെന്നും ഞങ്ങൾക്കറിയാം. അപ്പോൾ ആ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന മാധ്യമങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും UDF-ന്റെ മുഖ്യമന്ത്രി വരും എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് സന്തോഷമാണ്, രണ്ടുപേരോടും സന്തോഷമാണ്. ഈ എറണാകുളം ജില്ലയിലെ കൊച്ചിയിൽ പ്രത്യേകിച്ച് ഷിയാസിന്റെ ജയത്തെ സംബന്ധിച്ച് ചില സംശയങ്ങളൊക്കെ ചില നിരീക്ഷണമൊക്കെ നടത്തുന്നുണ്ട്. അതിൽ എങ്ങനെയാണ് ഒരു ഓഡിയോയും വെളി വന്നിട്ടുണ്ട്, ചില ഓഡിയോ വെളി വരുന്നു. പിന്നെ അവിടെ രാഹുൽ ഗാന്ധി അതൊക്കെ ശരിക്കുള്ള ഓഡിയോ ആണോ എനിക്കറിയില്ല. എല്ലാവരും ജയിക്കും, 14 പേരും എറണാകുളത്ത് ജയിക്കും. ഞങ്ങളുടെ പ്രതീക്ഷ എറണാകുളം ജില്ലയായിരിക്കും 100 out of 100 കിട്ടുന്ന ഒരു ജില്ല എന്നുള്ളതാണ്. കൊച്ചിക്ക് മാത്രമല്ല, എന്താ പ്രത്യേകത? കൊച്ചി കിട്ടും, വൈപ്പിൻ കിട്ടും, തൃപ്പൂണിത്തറ കിട്ടും, കോതമംഗലം കിട്ടും. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയ മണ്ഡലങ്ങളാണല്ലോ, ഇതെല്ലാം കിട്ടും ഇപ്രാവശ്യം എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പം നിങ്ങളുടെയൊക്കെ പിന്തുണ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദി.